ഒരു ആലോചനയോ ഒരു ചർച്ചയോ ഭരണപരമായോ രാഷ്ട്രീയപരമായോ നടത്താതെ കേന്ദ്ര ഗവൺമെൻറ് റെയിൽവേ മന്ത്രാലയത്തെ കൊണ്ട് അർദ്ധരാത്രി പാലക്കാട് ഡിവിഷൻ വെട്ടിമുറിച്ച് ഓർഡർ ഇറക്കുകയായിരുന്നു. ഇപ്പോൾ പാർലമെൻറ്റ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് കേരളത്തിലെ റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് പലതവണ ഞങ്ങൾ ഓരോരുത്തരും ഒരുമിച്ചും കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കണ്ടിരുന്നു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, അന്നൊന്നും ഒരു സൂചന പോലും ഇങ്ങനെ ഒരു ആലോചന ഉണ്ടെന്നോ ചർച്ചയുണ്ടെന്നോ അദ്ദേഹം വെളിപ്പെടുത്തിയില്ല. ഞങ്ങളെല്ലാവരും രാവിലെ പത്രം വായിച്ചാണ് അറിയുന്നത് ഈ ഡിവിഷൻ വെട്ടിമുറിച്ചെന്ന്. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. ഇതിൽ നിന്നും കേരളത്തിലെ യാത്രക്കാർക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കർണാടകയിൽ ഒരു കൊല്ലം കഴിഞ്ഞാൽ ഇലക്ഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ കർണാടക പിടിക്കാൻ വേണ്ടി ഈ റെയിൽവേയെ രാഷ്ട്രീയമായി ദുരുപയോഗിക്കാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ ഒരു അജണ്ട നടപ്പിലാക്കിയെന്നല്ലാതെ റെയിൽവേക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഈ ഡിവിഷൻ വിഭജനത്തോടനുബന്ധിച്ചോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് അടർത്തി മാറ്റുന്നതിനോടനുബന്ധിച്ചോ ഒരു ലാഭമോ ഒരു നഷ്ടമോ അവർക്കില്ല. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീകണ്ഠൻ MP കോൺഗ്രസിൻ്റെ നേതാവാണല്ലോ, അദ്ദേഹം MP ആണല്ലോ. സാർ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങ് കൂടി ആ കാര്യത്തിൽ കൃത്യത വരുത്തി കൊടുക്കണം. കാരണം ജനങ്ങൾക്ക് ഈ വിഷയം അറിയണമല്ലോ. 2007 സേലം ഡിവിഷൻ വിഭജനം നടത്തിയത് അങ്ങേക്കറിയാലോ. ഈ സേലം ഡിവിഷൻ നമ്മുടെ കയ്യിൽ നിന്ന് പോകുമ്പോൾ നമ്മൾക്ക് എത്ര കിലോമീറ്ററാണ് സാർ നഷ്ടം സംഭവിച്ചത്? സേലം പോയി, അതേപോലെ തന്നെ കോയമ്പത്തൂർ, അതേപോലെ തന്നെ തിരുപ്പൂര്, അതേപോലെ തന്നെ ഈറോഡ്, അതേപോലെ തന്നെ നീലഗിരി, അതേപോലെ തന്നെ ഊട്ടി എല്ലാം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടില്ലേ? ഒപ്പം തന്നെ ഇലക്ട്രിക് ഷെഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? ഒപ്പം തന്നെ ഡീസൽ ഷെഡ് നമ്മുടെ കയ്യിൽ നിന്ന് പോയില്ലേ? അന്ന് നിങ്ങളുടെ UPA സർക്കാർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്ന് നഷ്ടം പറഞ്ഞത് 200 കോടി രൂപയോളം നഷ്ടമായി എന്നാണ് പറഞ്ഞത്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 8 മന്ത്രിമാർ ഈ കേരളത്തിൽ നിന്നുണ്ടായിരുന്നു, UDF-ൽ നിന്ന്, UPA സർക്കാരിൽ. അതിൽ ഒരാൾ സഹമന്ത്രിയായിരുന്നു. എന്തിൻ്റെ? റെയിൽവേയുടെ. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അഹമ്മദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ UDF-ൻ്റെ ഈ UPA-യുടെ മന്ത്രിയായിരുന്ന, റെയിൽവേ സഹമന്ത്രിയായിരുന്ന അദ്ദേഹം ഉണ്ടായിരുന്നിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് ഈ സേലം എടുത്തു കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? നോക്കൂ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രാഷ്ട്രീയം മാറ്റി നിർത്തി ചോദിച്ചാൽ, ഇന്ന് റെയിൽവേ പാളത്തിനകത്ത് ഇറങ്ങുമ്പോൾ ഈ കോച്ച് ഫാക്ടറിയുമായി ബന്ധപ്പെട്ട അന്ന് ഞാൻ യുവമോർച്ചയുടെ കാലഘട്ടമാണ്. ഞാൻ ഈ റെയിൽവേയിൽ സമരത്തിന് പോകുന്ന സമയത്ത് കാല് വെക്കാൻ പറ്റില്ല, മനുഷ്യ വിസർജ്യം പോലുള്ള സാധനങ്ങൾ വെച്ചിട്ട്. ഇന്നത്തെ റെയിൽവേ സിസ്റ്റത്തിലെ റെയിൽവേ സ്ഥലങ്ങൾ നിങ്ങൾ നോക്കൂ. 35ഓളം റെയിൽവേ സ്റ്റേഷനുകൾ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായിട്ട് ചെറിയ കാര്യമാണ്. 400ഓളം കോടി രൂപ കോഴിക്കോട് ചെലവാക്കുന്ന ചെറിയ കാര്യമാണ്. വടകര നിങ്ങളൊന്ന് പോയി നോക്കൂ, എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും നിങ്ങൾ പോയി നോക്കൂ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. 10 കൊല്ലം LDF ഭരിച്ചപ്പോഴും ഇപ്പോഴിതാ 100 ദിവസമായി UDF ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ 13 വർഷക്കാലമായുള്ള നരേന്ദ്രമോദി സർക്കാർ വന്നു കഴിഞ്ഞ ശേഷം കേന്ദ്രത്തിനൊരു ചിറ്റമ നയമാണ് കേരളത്തോട് എന്നത് എപ്പോഴുള്ള ആക്ഷേപമാണ്. അത് പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അതിൽ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ റെയിൽവേ വിഷയം കൂടി വന്നു എന്നേ ഉള്ളൂ. കേരളത്തിനോട് ചിറ്റമ്മ നയമാണ് BJPക്ക് എന്ന് പറഞ്ഞു. റാഷിദിൻ്റെ കണ്ണുകളെ കൊണ്ട് ഈ പൊതുസമൂഹത്തിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, മനോരമ കാണുന്നവരോട് ചോദിക്കാനുള്ളത്, കേരളത്തിലെ റെയിൽവേ വികസനത്തിൻ്റെ 35ഓളം സ്റ്റേഷനുകളുടെ ഇന്നത്തെ ഡെവലപ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത്, റെയിൽവേ ഗതാഗതത്തിൽ വരുത്തിയ ഡെവലപ്മെൻറ്റ് എന്ന് പറയപ്പെടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ തന്നെയല്ല റാഷിദേ. പിന്നെ എന്ത് ചിറ്റമ്മ നയമാണ്? പറഞ്ഞിട്ടില്ല. ഇലക്ട്രിക്കൽ ഷെഡ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് റാഷിദിന് വിഷമം ഉണ്ടാകാത്ത എന്താണ്? ഈ പാലക്കാടിന്റെ ഭാഗമായിട്ട് സേലം ഡിവിഷൻ നഷ്ടപ്പെട്ട സമയത്ത് ഈ മന്ത്രിയായിരുന്നത് അറിയുന്നോ? എന്റെ ഈ 20 MP-മാർ അതിൽ ഇടപെടാഞ്ഞത്? എന്റെ ഒന്നാം UPA തീരുമാനമെടുക്കാതിരുന്നത്? എന്റെ റാഷിദിനെ ചോദിക്കാൻ സാധിക്കാത്തത്? ചോദിക്കാൻ സാധിക്കാതെ എന്റെ നിങ്ങളുടെ ചർച്ച അതിലേക്ക് പോകാത്തെ? നിനക്ക് പ്രാന്താളാ പന്നി. ഓടിക്കോ പ്രേമ, പതിയെ പോടാ, എനിക്ക് ദേശത്തെ വഴിയേറിയില്ല.
തല്ലുകൊള്ളി